ഡിസാർമെൻ്റ് ഓഫ് ഹമാസ് എന്ന് പറഞ്ഞിട്ട് ആണ് 2021 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ മനുഷ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആക്രമണം അവിടെ നടത്തിയത്. എന്നിട്ട് അത് നേടിയോ? അത് അങ്ങനെ നേടാൻ പറ്റാത്തൊരു കാര്യം ഈ ISF നേടാൻ പറ്റുമോ? അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ആക്രമണം നടത്തേണ്ടി വരും. അതിന് ഈ ISF സാധിക്കും. ഇനി അങ്ങനെ നടത്തിയാൽ അതുണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഡിസാർമെൻ്റ് ഓഫ് ഹമാസ് എന്ന് പറയുന്നത് അത് അചിന്ത്യം, നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം ലോകത്തെ 1 നമ്പർ സൈനിക ശക്തികൾ അമേരിക്കയുടെ 24/7 സമ്പൂർണ്ണ പിന്തുണയിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മാരകവും ക്രൂരവും പൈശാചികവും ഭീകരവുമായിട്ടുള്ള ആക്രമണം 2 വർഷം അവർക്ക് നേരെ അഴിച്ചുവിട്ടിട്ടും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ISFനെ സംബന്ധിച്ചത് അത് സാധ്യമല്ല. അതുകൊണ്ട് ഡിസാർമെൻ്റ് ഓഫ് ഹമാസ് എന്ന് പറയുന്നത് അത് മരീചികയായിട്ട് തന്നെ നിൽക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. UN രക്ഷാസമിതിയുടെ സമ്പൂർണ്ണമായ പിന്തുണയുള്ള ഡോക്യുമെൻ്റാണ്. ഗസയുടെ റീകൺസ്ട്രക്ഷൻ നടക്കട്ടെ, അവിടേക്കുള്ള സഹായങ്ങൾ വരട്ടെ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സെനൻസ്, ഈ ഡോക്യുമെൻ്റ് അവസാന സെനൻസ് എന്ന് പറയുന്നത് പലസ്തീൻ, ആ ഒരു വാചകം പലസ്തീൻ നാഷണൽ സ്റ്റേറ്റ്ഹുഡ്, അതിനു വേണ്ടിയുള്ള ക്രെഡിബിൾ പാത്വേ, അതാണ് ക്രെഡിബിൾ പാത്വേ ടു പലസ്റ്റൈൻ സെൽഫ് ഡിറ്റർമിനേഷൻ ഇൻ സ്റ്റേറ്റ്ഹുഡ്, അതിനുള്ള വഴിയൊരുക്കുക എന്നുള്ള ഒരു സംഗതിയിലാണ് ഈ ഡോക്യുമെൻ്റ് അവസാനിക്കുന്നത്. ഇതാണ് ഇതിലുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ കാണേണ്ട കാര്യം വെച്ചാൽ 2 വർഷത്തേക്ക് ഈ ഡോക്യുമെൻ്റ് പ്രകാരം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം റീഇൻഫോഴ്സ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. പ്രത്യക്ഷത്തിൽ അവരതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അവർ വലിയ ബലം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ സമ്പൂർണ്ണമായി തകർക്കപ്പെട്ട് കിടക്കുകയാണ്. റീപ്ലനിഷ് ചെയ്യേണ്ടതുണ്ട്, അവരുടെ സ്റ്റോക്സ് റീപ്ലനിഷ് ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള സമയമായിട്ടും ഒരു ലൾ പീരീഡായിട്ടും അതിനെ എടുക്കുകയും എഗൈൻ ഈ പറയുന്ന പലസ്റ്റൈൻ സ്റ്റേറ്റ്ഹുഡിലേക്കുള്ള ഏതെങ്കിലും നിലക്കുള്ള പോസിറ്റീവ് സ്റ്റെപ്പ് നടക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇറപ്ഷൻ വീണ്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ പലസ്റ്റൈൻ സ്റ്റേറ്റ്ഹുഡിലേക്കുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്റ് അവസാനമായി പറഞ്ഞിരിക്കുന്നത്. അതിലേക്കുള്ള വഴിയൊരുക്കുക അല്ലാതെ പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമില്ല.